നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നഗരത്തെ നടുക്കിയ ഒരു അപകട വാർത്തയുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് അത് അപകടമല്ല, അതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ, കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. നഗരത്തെ നടുക്കിയ 2 യുവ IT ജീവനക്കാരുടെ ദാരുണമായ അപകട മരണത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവ്. ബൈക്ക് തനിയെ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്ന പ്രാഥമിക നിഗമനങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമിത വേഗത്തിലെത്തിയ കാർ ഇവർ സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ ശക്തമായി ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. തിരുവല്ലം പോലീസിന് തോന്നിയ നിർണായക സംശയമാണ് കേസ് അന്വേഷണത്തിന് വലിയ വഴിത്തിരിവായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബൈക്കിലിടിച്ച ആഡംബര കാർ മലയൻകീഴിലെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. കാർ ഓടിച്ചിരുന്ന മലയൻകീഴ് സ്വദേശിയായ വിപിൻ എന്ന യുവാവിന്റെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്ക് യാത്രക്കാരെ ഇടിച്ചിട്ട ശേഷം ഭയന്നുപോയതിനാലാണ് വണ്ടി നിർത്താതെ ഓടിച്ചതെന്നാണ് പ്രതി വിപിൻ പോലീസിനോട് സമ്മതിച്ചത്. അപകടം നടക്കുന്നതിന്റെ വ്യക്തമായ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായി. എറണാകുളം സ്വദേശി നവീൻ സിബി, തൊടുപുഴ സ്വദേശിനി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് ഇന്നലെ തിരുവല്ലത്തുണ്ടായ ഈ ദാരുണമായ അപകടത്തിൽ ഒരേ ദിവസം ജീവൻ വെടിഞ്ഞത്. രണ്ടുപേർക്കും 25 വയസ്സായിരുന്നു പ്രായം. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പ്രമുഖ IT കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്ന നവീൻ, കിൻഫ്രയിലെ IT കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മൃദുല. ഇന്നലെ നവീന്റെ 25ാം ജന്മദിനമായിരുന്നു. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തായ മൃദുലയ്ക്കൊപ്പം കോവളം ഭാഗത്തേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു നവീൻ. തിരുവല്ലം ടോൾ പ്ലാസ കഴിഞ്ഞത് ഉടനെ ആയിരുന്നു ഇവരുടെ ജീവനെടുത്ത ദുരന്തം അരങ്ങേറിയത്. അമിത വേഗത്തിൽ പിന്നിൽ നിന്നെത്തിയ കാർ ബൈക്കിനെ ഇടിച്ച് വായുവിൽ ഉയർത്തുകയായിരുന്നു എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ നവീന്റെയും മൃദുലയുടെയും തലയ്ക്കാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. ബൈക്കിന്റെ പിന്നിലിരുന്ന മൃദുല റോഡിൽ നിന്നും ഏറെ ദൂരേക്ക് തെറിച്ചുപോയി തലയിടിച്ചു വീഴുകയായിരുന്നു. അപകടം നടന്ന ഉടനെ നാട്ടുകാരും ഹൈവേ പോലീസും ചേർന്ന് ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇതിനോടകം തന്നെ 2 പേരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. തിരുവല്ലം പോലീസാണ് ഇതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുന്നത്. തുടക്കത്തിൽ സാധാരണ ഒരു ബൈക്ക് അപകടം എന്ന രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ റോഡിലെ ബ്രേക്ക് അടയാളങ്ങളും ബൈക്കിന്റെ പിൻഭാഗത്തിനുണ്ടായ തകരാറും ആണ് അത് പരിശോധിച്ചപ്പോഴാണ് തിരുവല്ലം പോലീസിന് ഒരു സംശയം തോന്നിയത്. ആ സംശയത്തിന് പിന്നാലെയാണ് CCTV ദൃശ്യങ്ങൾ കൂടുതലായി പരിശോധിച്ചത്. അങ്ങനെയാണ് ഇതൊരു അപകടം, സാധാരണ ഉണ്ടായ ഒരു അപകടമല്ല, മറിച്ച് ഇത്തരത്തിൽ കാർ ഇടിക്കുകയാണ് ചെയ്തത് എന്ന് വ്യക്തമാകുന്നത്. തുടർന്ന് ടോൾ പ്ലാസയിലെയും സമീപത്തെ കടകളിലെയും CCTV ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പരിശോധിച്ചപ്പോഴാണ് കാർ ഇടിച്ചു തെറിപ്പിച്ച ഞെട്ടിക്കുന്ന ദൃശ്യം പോലീസിന് മുന്നിലെത്തിയത്. അപകടമുണ്ടാക്കിയ കാറിന്റെ നമ്പർ പ്ലേറ്റ് CCTVയിൽ നിന്നും തിരിച്ചറിഞ്ഞ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് പ്രതി വിപിനിലേക്ക് എത്തിച്ചത്. മലയൻകീഴിലുള്ള ഇയാളുടെ വീട്ടിൽ കാർ ഒളിപ്പിച്ച നിലയിലായിരുന്നു. കാറിന്റെ മുൻഭാഗം ഇടിയുടെ ആഘാതത്തിൽ തകർന്ന നിലയിലാണ്. ഒരു ജന്മദിനാഘോഷം യാത്ര 2 യുവ ടെക്നികളുടെ ദാരുണമായ അന്ത്യത്തിൽ കലാശത്തിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരത്തെ IT കൂട്ടായ്മയും ഇവരുടെ സഹപ്രവർത്തകരും. പ്രതി വിപിനെതിരെ നരഹത്യ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വരും മണിക്കൂറുകളിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും.